Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ബ്രിട്ടനിലെ ജോലി ഒഴിവുകൾ 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇത് രാജ്യത്തെ തൊഴിൽ വിപണിയിൽ കടുത്ത മത്സരവും യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ വർധനവും സാമ്പത്തിക അനിശ്ചിതത്വവും കൂടുതൽ രൂക്ഷമാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ജനുവരിയിൽ പരസ്യപ്പെടുത്തിയ ഒഴിവുകൾ 3% കുറഞ്ഞ് 6,95,000 ആയി. 2021 ജനുവരിക്ക് ശേഷം ആദ്യമായിട്ടാണ് 7 ലക്ഷത്തിൽ താഴെ എത്തുന്നത്. 2016 ശേഷം ആദ്യമായിട്ടാണ് ഗ്രാജുവേറ്റ് ജോലികളുടെ എണ്ണം 10,000-ൽ താഴെയായത്. ഇതിനിടെ ഔദ്യോഗിക കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ 5.2% ഉയർന്നതും യുവാക്കൾക്കിടയിൽ നിരക്ക് 14% എത്തിയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 2025 അവസാനത്തോടെ തുടങ്ങിയ ഇടിവ് കഴിഞ്ഞ ജനുവരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 16% കുറഞ്ഞതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. 6 മാസത്തിനിടെ 20% ഇടിവാണ് രേഖപ്പെടുത്തിയത്. രാജ്യമൊട്ടാകെ ഉയരുന്ന 5ാം പനി ഭീഷണിക്കെതിരെ ശക്തമായ നടപടികളാണ് ബർമിംഗ്ഹാമിലെ പ്രാദേശിക NHS നടപ്പിലാക്കുന്നത്. 2023 വ്യാപന സമയത്ത് മാതാപിതാക്കളെ ബോധവൽക്കരിച്ചതോടെ 1000-ഓളം പ്രതിരോധ വാക്സിൻ സ്വീകരിക്കാത്ത കുടുംബങ്ങൾ MMR വാക്സിൻ സ്വീകരിച്ചിരുന്നു. 500-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത ആ വർഷത്തെ അനുഭവം അടിസ്ഥാനമാക്കി ഈ വർഷവും കോൾ ആൻഡ് റീകോൾ സംവിധാനവും വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. വാക്സിനേഷൻ നിരക്ക് 95% എന്ന കൂട്ടപ്രതിരോധ ലക്ഷ്യത്തിലേക്ക് താഴെ എത്തിയതിനാൽ കുട്ടികൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രോഗവ്യാപനം തടയുവാനാണ് ശ്രമം. ഫോൺ കോളുകൾക്കൊപ്പം പരസ്യപ്രചാരണവും വിവിധ ഭാഷകളിലേക്കുള്ള ബോധവൽക്കരണവും ശക്തമാക്കിയിട്ടുണ്ട്. റോമ, കിഴക്കൻ യൂറോപ്യൻ, ദക്ഷിണേന്ത്യൻ കറുത്തവർഗ സമൂഹങ്ങളിൽ കുറഞ്ഞ വാക്സിനേഷൻ നിരക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് ഫ്രഞ്ച്, ഇറ്റാലിയൻ, അറബിക്, ഉറുദു തുടങ്ങിയ ഭാഷകളിൽ വിവരങ്ങൾ ലഭ്യമാക്കി. ചില GP ക്ലിനിക്കിൽ മാതാപിതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി സംശയങ്ങൾ തീർക്കുന്ന സംവിധാനവും ആരംഭിച്ചു കഴിഞ്ഞു. ലേബർ പാർട്ടിയിൽ നേതൃപദവിക്കായി ശ്രമിക്കുന്ന മന്ത്രിമാരെയും MPമാരെയും ഒതുക്കുവാനുള്ള നീക്കങ്ങൾ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആരംഭിച്ചുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആരോപണങ്ങൾ പ്രകാരം ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്വീറ്റിംഗിനെ പുറത്താക്കുവാനുള്ള പദ്ധതിക്കാണ് സ്റ്റാർമർ ആലോചിക്കുന്നത്. ഇതോടൊപ്പം ഉപപ്രധാനമന്ത്രി ആഞ്ചല റോയ്നറെ തിരിച്ചെത്തിക്കുവാനും ശ്രമിക്കുന്നുവെന്നാണ് വിവരം. ഇരുവരും നേതൃപദവിക്കായി ശ്രമിക്കുന്നുവെന്ന വാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നീക്കങ്ങൾ. ലേബർ പാർട്ടി പരാജയപ്പെടുമെന്ന പ്രവചനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്വീറ്റിംഗിനെ പുറത്താക്കുവാൻ നേതൃപോരാട്ടത്തിന് വീണ്ടും ഊർജ്ജം പകരുമെന്ന മുന്നറിയിപ്പും മറ്റൊരു MP നൽകിയിട്ടുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ സൈനികാക്രമണത്തിൽ 70ഓളം ഭീകരെ വധിച്ചതായി പാക് സൈന്യത്തിന്റെ അവകാശവാദം. എന്നാൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പ്രതികരിച്ചു. നംഗർഹാർ, പാക്തീക പ്രവിശ്യകളിലെ 7 ഭീകരത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇസ്ലാമാബാദിലെ ഷിയ പള്ളിയിലുണ്ടായ ചാവേറാക്രമണം ഉൾപ്പെടെയുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരരാണെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ തിരിച്ചടിച്ചത്. 70 മുതൽ 80 വരെ ഭീകരർ കൊല്ലപ്പെട്ടതായി പാക് മന്ത്രിമാർ അവകാശപ്പെട്ടെങ്കിലും തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് NIA കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് ഒളിവിലായിരുന്ന എറണാകുളം സ്വദേശി കീഴടങ്ങി. ആലങ്ങാട് നീരിക്കോട് പുലിക്കപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് യാസർ അറാഫത്താണ് കീഴടങ്ങിയത്. കൊച്ചിയിലെ NIA കോടതിയിലായിരുന്നു കീഴടങ്ങൽ. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് NIA പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ PFA കേസിൽ 2ാം പ്രതികളായ കരമൻ അഷ്റഫ് മൗലവിയുടെ ജാമ്യാപേക്ഷ NIA കോടതി തള്ളി. PFA കേസിൽ പ്രതിയായിരുന്ന മലപ്പുറം വളാഞ്ചേരി കാട്ടിപ്പരുത്തി പുലനക്കാട്ടിൽ വീട്ടിൽ P മൊയ്തീൻകുട്ടി UAE-യിൽ നിന്ന് എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ അറസ്റ്റിലായിരുന്നു. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുമെന്നതിനുള്ള ശുപാർശ അടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന് സൂചന. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇത് വ്യക്തമാക്കിയത്. കേരളത്തിലെ എയിംസിന് തത്വത്തിൽ അംഗീകാരം ആവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം ധനമന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയാണ് 2026-27 സാമ്പത്തിക വർഷത്തെ PMSSY പദ്ധതി നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുവാൻ ധനമന്ത്രാലയം ആവശ്യപ്പെട്ടതെന്ന് വിവരാവകാശ മറുപടിയിൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ എയിംസ് സംബന്ധിച്ച ഒരു ബജറ്റിലും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. US ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ രാജ്യം വിടുവാൻ നിർദ്ദേശം. വാണിജ്യ വിമാനങ്ങൾ ഉൾപ്പെടെ ലഭ്യമായ മാർഗങ്ങളിലൂടെയും എത്രയും വേഗം ഇറാൻ വിടണമെന്നാണ് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, വ്യവസായികൾ, വിനോദസഞ്ചാരികൾ തുടങ്ങിയ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ്. ഇനി കായിക വാർത്തകൾ. 2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 76 റൺസിന്റെ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതോടെ സെമി ഫൈനലിലെത്തുവാനുള്ള ഇന്ത്യയുടെ സാധ്യതകൾക്കും കനത്ത തിരിച്ചടി. ലോകകപ്പിന്റെ സെമി ഫൈനലിൽ സ്ഥാനമുറപ്പിക്കുവാൻ അടുത്ത 2 മത്സരങ്ങളും ഇന്ത്യക്ക് ജയം അനിവാര്യമായിരിക്കുകയാണ്. വൻ മാർജിനിൽ തോറ്റതിനാൽ നെറ്റ് റൺ റേറ്റിലും വൻ തിരിച്ചടിയാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. 26-ന് ചെന്നൈയിൽ സിംബാബ്വെക്കെതിരാണ് അടുത്ത മത്സരം. മാർച്ച് 1-ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് സൂപ്പർ 8 റൗണ്ടിലെ അവസാന മത്സരം. ഇരു മത്സരങ്ങളും വിജയിക്കുക മാത്രമല്ല നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്തുക എന്ന കടമ കൂടി ഇനി ഇന്ത്യ ചെയ്യണം. ഏതെങ്കിലും ഒരു മത്സരം തോറ്റാൽ മറ്റു ടീമുകളുടെ മത്സരഫലം കൂടി ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ സെമി പ്രവേശനം.
ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 122.65 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.